തമിഴ്നാട്ടിൽ കെ പൊന്മുടി വീണ്ടും മന്ത്രിയാകും. അഴിമതി കേസിൽ കെ പൊന്മുടിക്കെതിരായ ശിക്ഷാവിധി സുപ്രീംകോടതി തടഞ്ഞതിന് പിന്നാലെയാണ് നീക്കം. സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി തേടി മുഖ്യമന്ത്രി ഗവർണർക്ക് കത്ത് നൽകി. മനേഷ് മൂർത്തി ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട്. മനേഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, നമുക്കറിയാം 2006-11 വർഷത്തെ മന്ത്രിയായിരിക്കുമ്പോൾ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നതായിരുന്നു കേസ്. ഇത് കീഴ്ക്കോടതി ഇദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുകയും ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഒരു ശിക്ഷാവിധി ഉണ്ടായത്. 3 വർഷം തടവും 50 ലക്ഷം രൂപ പിഴയും വീതമായിരുന്നു മുൻ മന്ത്രി പൊന്മുടിക്കും അതുപോലെ തന്നെ ഭാര്യയ്ക്കും വിധിച്ചിരുന്നത്. ഇതിനെതിരെയാണ് സുപ്രീം കോടതിയിൽ എത്തിയത്. സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഈ ശിക്ഷാവിധി തടഞ്ഞുകൊണ്ട് ഉത്തരവിറക്കിയിരുന്നു. ഇതോടെയാണ് വളരെ വേഗത്തിൽ തന്നെ കെ പൊന്മുടിയെ വീണ്ടും മന്ത്രിസഭയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ DMKയുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചത്. മാത്രമല്ല, നേരത്തെ അതായത് ഇദ്ദേഹത്തിന് ഈ ശിക്ഷാവിധി വന്ന ആ ഒരു സമയത്ത് തന്നെ ഇദ്ദേഹത്തിന്റെ മണ്ഡലമായിരുന്ന തിരുക്കോവിലൂർ മണ്ഡലം ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ളത് അസംബ്ലി നിയമസഭാ സെക്രട്ടറി അത്തരത്തിലൊരു നോട്ടീസ് ഇറക്കിയിരുന്നു. ആ നോട്ടീസ് ഇന്നിപ്പോൾ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി തേടിക്കൊണ്ട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഗവർണർ RN രവിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. ആ കത്ത് അംഗീകരിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ സമയം നൽകിയാൽ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഇദ്ദേഹം മന്ത്രിയായി ചുമതലയേൽക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഉന്മേഷ്. ശരി, മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.